ോട് ദുആഇനെ ചോദിക്കുക, ഹിദായത്തിനെ ചോദിക്കുക. ഹിദായത്ത് കിട്ടാനുള്ള കാരണം ഒന്ന് ദുആയാണ്. രണ്ടാമത്തേത് അൽ ഈമാൻ, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. അല്ലാഹു പറയുന്നു, ആർക്ക് ഈമാനുണ്ടോ അവരുടെ കൽബുകൾക്ക് ഞാൻ ഹിദായത്ത് കൊടുക്കും. അതുകൊണ്ട് ഈമാൻ നമ്മുടെ കൽബ് കൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈകളിലാണെന്ന് വിശ്വസിച്ചവരാണ്. അള്ളാഹു എന്ന ഒരേ ഒരുത്തനായ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈമാൻ ഹിദായത്തിൻ്റെ ഒരു കാരണമാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് അള്ളാഹു മാർഗദർശനം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേത് ഈമാനാണ്. മൂന്നാമത്തേത് അത്തൗബത്തു വൽ ഇനാബ, അള്ളാഹുലേക്ക് മടങ്ങലാണ്, തൗബ ചെയ്യലാണ്. തൗബ ചെയ്യുമ്പോൾ ഹിദായത്ത് വർദ്ധിക്കും. തൗബ ചെയ്യുന്നവരുടെ കൽബ് വളരെ ശുദ്ധമാണ്. പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ്, റബ്ബേ, ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ നിന്നോട് മാപ്പിരക്കുന്നു തമ്പുരാനെ, ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് ഞാൻ പോകില്ല റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്ത് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ച് തൗബ ചെയ്ത് മടങ്ങി വരുന്ന ഒരാൾ, ആ മനുഷ്യൻ്റെ ഖൽബിന് അള്ളാഹു ഒരുപാട് നന്മകളിലേക്കുള്ള ഹിദായത്ത് കൊടുക്കും. അത് ഹിദായത്തിൻ്റെ ഒരു കാരണമാണ്. നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതലാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. വിശുദ്ധമായ ഖുർആൻ നിങ്ങളെ നേരായ വഴിയിലേക്കാണ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഒരു പേജെങ്കിലും ഒരു ദിവസം മിനിമം ഒരു ജുസ് കഴിയുന്നവർ അത്ര, അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ. അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെടാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് വലിയ നഷ്ടമാണ്. അള്ളാഹു അവൻ്റെ കലാമുമായി അടുത്ത് ഇടപഴകാനും ധാരാളം അത് ഓതാനും അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലായി ജീവിക്കുന്ന ആളുകൾക്ക് ഹിദായത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അള്ളാഹു ഖുർആൻ ഓതുന്നവരായി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തേത് അൽ മുജാഹദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൽ ഇസ്രാഇന്റെ തൊട്ട് മുമ്പ് അവസാനിക്കുന്ന സൂറത്തുൽ അൻകബൂത്തിൽ അവസാനത്തെ ആയത്താണിത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, ആരാണോ നമ്മുടെ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ സന്മാർഗത്തിൻ്റെ വഴികളിലേക്ക് നാം അവർക്ക് മാർഗദർശനം നൽകുന്നതാണ്. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അല്ലാഹു ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമാണ്, നന്മ ചെയ്യുന്നവരുടെ കൂടെ. ആരില്ലെങ്കിൽ എന്താ, അല്ലാഹു ഉണ്ട്. വല്ലദീന ജാഹദൂ ഫീനാ, ഒരു കഠിനാധ്വാനം. ചില പെണ്ണുങ്ങളൊക്കെ ഖുർആൻ ഓതാൻ വേണ്ടി അല്ലെങ്കിൽ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. അവർക്ക് ഒരുപാട് ജോലിയുണ്ട്, അടുക്കളയുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്, ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കിട്ടുന്ന സമയം ഖുർആൻ പാരായണത്തിന്, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ, അതൊരു ധർമ്മസമരമാണ്, മുജാഹദയാണ്, കഠിനാധ്വാനമാണ്. എത്രയോ ജോലിക്ക് പോകുന്ന ആളുകൾ, ഇവിടെ സിപ്പറ്റിൻ്റെ ക്ലാസ് ഉണ്ട്, നമ്മുടെ മുതിർന്ന ആളുകൾക്കുള്ള ദാറുൽ ഹുദയുടെ കോഴ്സ് പഠിക്കാൻ വന്നിരിക്കുകയാണ്. അവരിരുന്ന് ആ കോഴ്സ് പൂർത്തിയാക്കുകയാണ്. കോഴ്സ് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ പോണില്ല, ഞങ്ങൾക്ക് അടുത്ത കോഴ്സും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാൻ, ഇതൊക്കെ മുജാഹദയാണ്, നന്മയ്ക്ക് വേണ്ടിയുള്ള സ്ട്രൈവിങ്, കഠിനാധ്വാനമാണ്. അതൊന്നും വെറുതെയാവില്ല മുഅ്മിനെ, വെറുതെയാവില്ല. ആറാമത്തേത് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കാൻ കാരണം അള്ളാഹു ഹാദിയാണ്. റബ്ബിൻ്റെ ഹാദി എന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടണമെങ്കിൽ അസ്സുഹ്ബത്തു ത്വയ്യിബ, നല്ല ഒരു കൂട്ടുകെട്ട് വേണം.
നല്ല സജ്ജനങ്ങളുടെ സഹവാസം വേണം. ഹൈറാന ലഹു അസ്ഹാബുൻ യദ്ഊനഹു ഇലൽ ഹുദാ ഇഅ്തിനാ ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. സന്മാർഗത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന കൂട്ടുകാർ, നീ വരുന്നുണ്ടോ? ഇന്ന് ശനിയാഴ്ചയാണെന്ന് ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പോവാം എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നൊരു കൂട്ടുകാരൻ ഈ ലോകത്തെ വലിയൊരു സമ്പാദ്യമാണ്. വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ദിക്റുണ്ട്, അവിടെ സ്വലാത്തുണ്ട്, ഇവിടെ മൗലിദ പാരായണം നടക്കുന്നുണ്ട്, മുത്ത ഹബീബിൻ്റെ മദ്ഹ് നടക്കുന്നുണ്ട്, ഇവിടെ തജ്വീദ് ക്ലാസ് നടക്കുന്നുണ്ട്, അവിടെ ഹദീസ് നടക്കുന്നുണ്ട്, ഇവിടെ ഫിഖ് ക്ലാസ് ഉണ്ട്, നമുക്ക് പോകാം. നമ്മെ ആരൊക്കെയാണോ നന്മയിലേക്ക് വിളിക്കുന്നത്, ഈ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്താണ് ആ കൂട്ടുകാർ, ആ സമ്പാദ്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, പല നന്മകളുടെയും ഒരാൾ നന്നാവാൻ തന്നെ കാരണം ഒരു സുഹൃത്ത് വിളിച്ചതായിരിക്കും. ഒരു പക്ഷേ ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കോവിഡിന് മുമ്പ് ഒരുപാട് ആളുകൾ എത്തിച്ചേരാറുണ്ട്. അതിലൊക്കെ പല ആളുകളും ഒരിക്കൽ ഒരു കൂട്ടുകാരൻ്റെ കൂടെ വന്നതാണ്. ആരോ പറഞ്ഞു റൂമിൽ നിന്ന് വാ ഒന്ന് പോയി നോക്കാം, അങ്ങനെ വന്നിരുന്നതാണ്. ആ കൂട്ടുകാരൻ വിളിച്ചു, ഒരിക്കൽ വന്നു, പിന്നെ പിറ്റേ ദിവസം വന്നു. അങ്ങനെ അവർ സ്ഥിരമായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ വെറുതെ ഒന്ന് പാളി നോക്കിയതാണ്, ഇസ്ലാം സെൻറ്ററിൽ വന്നതല്ലേ, വെറുതെ ഒന്ന് കയറി നോക്കിയിരിക്കാം, അങ്ങനെ ഒന്ന് കുറച്ചു നേരം ഇരുന്നതാണ്. പിന്നെ തോന്നി എന്നാൽ പിന്നെ എല്ലാ ആഴ്ചയും വന്നിരിക്കാം. ഒരു നേരത്തെ നമ്മുടെ ചെറിയൊരു അധ്വാനം, നമ്മുടെ കൂട്ടുകാരുടെ ചെറിയ ഒരു ക്ഷണം, നമ്മളൊന്ന് കൈപിടിച്ച് കൊണ്ടുവന്നത്, ഒന്ന് ക്ഷണിച്ചത്, ഒരു വാക്ക് പറഞ്ഞ് ഒരു മെസ്സേജ് വിട്ടത്, ഒരുപക്ഷെ അതായിരിക്കും നമ്മുടെ ഹിദായത്തിന് കാരണമായിട്ടുണ്ടാവുക. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്തി തരട്ടെ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. 7 ഗുഹാവാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. ദഖ്യാനൂസ് രാജാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഇന്നത്തെ ജോർഡാനിലെ ആ ഒരു ജബലിൽ, ആ ഒരു മലയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അസ്ഹാബുൽ കഹ്ഫ് കടന്നുറങ്ങിയ അവരുടെ വിശ്രമമുള്ള ഒരു ഗുഹയുണ്ട്, അവരുടെ ഖബറുകളുണ്ട്, ഇപ്പോഴും അതിൻ്റെ അടയാളങ്ങളുണ്ട് അവിടെ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം യുവാക്കളായിരുന്നു അവർ. വസിദ്നാഹും ഹുദാ. അവർ ഒരു കൂട്ടം യുവാക്കളായതിൻ്റെ പേരിൽ സിദ്നാഹും ഹുദാ, അവർക്ക് സന്മാർഗം നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ സംഘടനകൾ, നമ്മുടെ സമസ്തയുടെ ഒരുപാട് ചെറുതും വലുതുമായ നമ്മുടെ കൂട്ടായ്മകളുണ്ട്, നമ്മുടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. അതിലൊക്കെ അംഗമാവുക, കൂടെ പ്രവർത്തിക്കുക, ഒരു സംഘത്തിൻ്റെ ഭാഗമാവുക, നന്മയുടെ ഭാഗമാവുക. നന്മയുടെ ഭാഗമായാൽ അള്ളാഹു നമുക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു വരും. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഹിദായത്ത് കിട്ടാനുള്ള മറ്റൊരു കാരണം ത്വാഅത്തു റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما ولو أنهم فعلوا ما يوعظون به. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നാണോ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, വഅദ് പറയുന്നത്, അതവർ സ്വീകരിക്കുകയാണെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഖൈറാണ്. വഅശദ്ദ തസ്ബീത, അവരുടെ കാലുകൾ നന്മയിൽ ഉറച്ചു നിൽക്കാനും അത് കാരണമാണ്. وإذا لآتيناهم من لدنا أجرا عظيما, നമ്മിൽ നിന്ന് വലിയ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ്. വലഹദൈനാഹും സിറാത്തൻ മുസ്തഖീമാ, നേരായ വഴിയിലേക്ക് നാം അവർക്ക് ഹിദായത്ത് നൽകുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സുന്നത്തുകൾ, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് ഇരുന്നു കൊണ്ട് ബിസ്മി ചൊല്ലിയിട്ട് 3 ഇറക്കുകളായിട്ട് കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സുന്നത്തുകൾ, കയറുമ്പോഴുള്ള സുന്നത്തുകൾ, ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിനാ തവക്കൽന, ഇത് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹബീബിൻ്റെ സുന്നത്താണ് ഇദാ ത മദ്ജഅഹു തവല്ലഅ വുദൂഅഹു ലിസ്സലാഹ്, കിടന്നുറങ്ങാൻ ബെഡിലേക്ക് പോകുമ്പോൾ, കിടപ്പറയിലേക്ക് പോകുമ്പോൾ, പായയിലേക്ക് കയറിയിരിക്കുമ്പോൾ തവല്ലഅ വുദൂഅഹു ലിസ്സലാ, നിസ്കാരത്തിന് വുദൂ എടുക്കുന്ന പോലെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ എടുത്തുകൊണ്ടാണ് കിടക്കാൻ പോകാറുണ്ടായിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ വലത് കൈയിൻ്റെ ഉള്ളം കൈ കവിളിൻ്റെ താഴെ വെച്ച് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. അത് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ ബിസ്മിക അല്ലാഹുമ്മ
അമൂതു വ അഹ്യ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതുന്ന പതിവ് അഷ്റഫുൽ ഖൽഖിനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഓതിയിട്ടാണ് ഹബീബ് കടന്നുറങ്ങാറുണ്ടായിരുന്നത്. ആ ചര്യ നമ്മൾ പിൻപറ്റുന്നു, ഹബീബിൻ്റെ ചര്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു. എവിടെയെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളെല്ലാം സ്വീകരിക്കുമ്പോൾ നന്മയിൽ നിന്ന് നന്മയിലേക്ക്, വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നമ്മെ കൈപിടിച്ചു തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിൻ്റെ ഹിദായത്ത് ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. നമ്മുടെ ശരീരമാണ് അതിനെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഹുഫ്ഫത്തിൽ ജന്നതു ബിൽ മകാരിഹ്, സ്വർഗം പുതക്കപ്പെട്ടിരിക്കുന്നത് ബിൽ മകാരിഹി, നിങ്ങൾക്ക് സ്വമേധയാ വെറുപ്പ് തോന്നുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ റാപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഗിഫ്റ്റ് റാപ്പ് ഉണ്ടാവില്ലേ, ആ ഗിഫ്റ്റിൻ്റെ റാപ്പ് നമ്മൾ അൺകവർ ചെയ്താലല്ലേ ഗിഫ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ സ്വർഗം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിൽ മകാരിഹി, നിങ്ങൾക്ക് മനസ്സിന് ചിലപ്പം ഇഷ്ടപ്പെടാത്ത വിഷയമായിരിക്കും. അത് മനസ്സിന് ഇഷ്ടമുണ്ടാവില്ല. ആർക്കാ ഇപ്പം മ്യൂസിക്കും ചാടികളൊക്കെ ഇഷ്ടമല്ലാത്ത? ശരീരത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഏത് മനുഷ്യനും ഇഷ്ടമായിരിക്കും. തിന്മയുടെ ആളുകൾക്ക് അള്ളാഹു മനസ്സിന് സങ്കോചം നൽകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദ്നി, അള്ളാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ. വസദ്ദിദ്നി, എല്ലാ കാര്യത്തിലും ഞങ്ങളെ നേരെ നിർത്തിത്തരേണേ തമ്പുരാനെ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണം. വസദ്ദിദ്നി, എല്ലാറ്റിലും എന്നെ നേർവഴിയിൽ, മിതമായ വഴിയിൽ നിർത്തിത്തരയണമേ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലിയേ വദ്കുർ ബിൽ ഹുദാ ഹിദായതക ത്വരീഖ് വസ്സദാദ സദാദ സഹം. എന്താണ് ഇഹ്ദിനി എന്ന ഹിദായത്ത് എന്നറിയുമോ അലിയേ? ഹുദാ, സന്മാർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഹിദായതക ത്വരീഖ്, നേരായ വഴിയിലൂടെ നിങ്ങൾ പോകുന്നത്, അതാണ് നിങ്ങളുടെ ഹിദായത്ത് കൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത്. നേരെ ചൊവ്വ എന്ന് പറഞ്ഞ സദ്ദിദിനി എന്ന സദാദ് എന്ന് പറഞ്ഞത് സദാദുസ്സഹ്മി, നിങ്ങൾ വില്ലിൽ നിന്ന് അമ്പെയ്യുമ്പോൾ ആ അമ്പ് നേരെ പിടിക്കുന്നില്ലേ, അത് കറക്റ്റ് അതിൻ്റെ എയിമിൽ കൊള്ളണം. അതുപോലെ നിങ്ങൾ എയിം നോക്കി വിടുന്ന പോലെ അതാണ് സദാദ്, നേരെ നേർക്ക് നേരെ വളയാതെ പോകണം. ഹിദായത്ത് എന്ന് പറയുന്നത് വഴിയാണ്, ഒരു വഴിയിലൂടെ തന്നെ. ഇപ്പോൾ ഒരു എയിം അവിടെയാണ്, ആ അവിടേക്കുള്ളത് മുഴുവൻ വഴിയാണ്, പക്ഷെ ആ വഴിയിലൂടെ സദാദിൽ കടന്നു പോയാലേ അങ്ങോട്ട് എത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദ്നി. നന്മയിലേക്ക് എത്തലാണ് സദാദ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളെല്ലാവരും മുമ്പേ പഠിച്ചു വെച്ച ദുആയാണെന്നറിയാം, എന്നാലൊന്ന് ഓർക്കാൻ വേണ്ടി ഒന്ന് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് വെക്കുമ്പോൾ ദ്വാരിക്കണം, ഈ ദ്വാ ചൊല്ലണം. നമ്മുടെ മക്കളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. ബിസ്മില്ലാ, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ എൻ്റെ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ നൽകുന്ന കഴിവല്ലാതെ, നീ നൽകുന്ന സിദ്ധിയല്ലാതെ മറ്റൊരു കഴിവുമേ അല്ലാഹുവേ ആർക്കുമേ ഇല്ല തന്നെ. അല്ലാഹുവേ നീ എന്നെ ഏറ്റെടുക്കണമേ എന്നതിനർത്ഥം. അത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഹുദീത, നിനക്ക് ഹിദായത്ത് കിട്ടി എന്ന് മലക്കുകൾ പറയും. വകുഫീത, നിന്റെ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടെന്ന് പറയും. വവുഖീത, നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടു എന്ന് പറയും. വതനഹ അൻഹു ശൈത്വാൻ, പിശാച് അവൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. പിന്നെ പൈശാചിക ചിന്തകൾ ആ മനുഷ്യൻ്റെ തലയിലേക്ക് വരില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഹിദായത്ത് കിട്ടാനുള്ളൊരു വഴിയാണ്. അപ്പോഴല്ലേ ഹുദീത എന്ന് പറയാ, നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടും അത് ചൊല്ലുമ്പോൾ. അതുകൊണ്ട് ഇത്തരം സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട്
ബാധ്യസ്ഥരാണ്, ചോദിക്കണം, ദിക്റുകൾ ചൊല്ലണം. അള്ളാഹു പറഞ്ഞ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് വീണ്ടും ഹിദായത്ത് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മുസ്ലിമാവാനുള്ള ഹിദായത്ത് നൽകപ്പെട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഹിദായത്ത് തരണമേ എന്ന് ചോദിക്കുന്നത് ആ ഹിദായത്തിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് തരണേ എന്നാണ് അതിനർത്ഥം. അള്ളാഹുവെ വഴിതെറ്റിപ്പോവാതെ കാത്തുകൊള്ളണമേ എന്നാണ് ഇതിനർത്ഥം. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ അള്ളാഹു ഹാദിയാണെങ്കിൽ ആ ഹിദായത്തിൻ്റെ അസ്ബാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആയാണ്. ആ ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അവിടെ തന്നെ പറഞ്ഞു അത് ഇസ്ലാമിലേക്കുള്ള വഴി കാണിക്കലല്ല, ഇസ്ലാമിലേക്കുള്ള ഹിദായത്തല്ല. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക് ഞങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയണം. ആ ഹിദായത്ത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപം സമ്പാദിച്ചവരോ വഴിതെറ്റിയവരോ അല്ലാത്ത നിന്റെ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തേണമേ. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് നിർബന്ധമായ 17 റക്അത്തുകളിൽ 17 തവണയാണ് ഒരു ദിവസം അള്ളാഹുവിനോട് നമ്മളത് ചോദിക്കുന്നത്. പുറമെ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയും ചൊല്ലുക. റബ്ബി അഇന്നി റബ്ബി അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി എന്ന ദുആ. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ നേർമാർഗം നൽകണമേ. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. രണ്ട് വാക്കുകളാണ്. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. നമ്മുടെ മനസ്സുകളിലേക്ക് ചീത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനി, റബ്ബേ എൻ്റെ ഈ ശരീരം എന്നോട് തിന്മ ചിന്തിപ്പിക്കുകയാണ്, എന്നോട് അല്ലാഹുവേ ഹിദായത്തിൻ്റെ വഴി എൻ്റെ നഫ്സിനെ നീ ചിന്തിപ്പിക്കണമേ. വസദ്ദിദ്നി, എന്നെ നേരെയാക്കി തരണമേ. നീ നേരെയാക്കി തന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും, പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ നാവിനെ സൂക്ഷിക്കാൻ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. പിന്നെ നബി തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ, എനിക്കെതിരായി നീ സഹായിക്കരുതേ, എൻ്റെ ശത്രുക്കളെ സഹായിക്കരുതേ, എന്നെ സഹായിക്കണമേ. റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ. ഇത് വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. അല്ലാഹുവേ നീ എനിക്ക് സഹായം നൽകണം. വലാ തുഇൻ അലയ്യ, നിന്റെ സഹായം എനിക്കെതിരായിട്ട് വരരുത്. അതായത് എന്നെ ആക്രമിക്കുന്നവരോട്, എന്നോട് ശത്രുതയുള്ളവർക്ക് നീ സഹായം ചെയ്യരുത്. എനിക്കെതിരായുള്ള സഹായം ചെയ്യരുത്, എനിക്കനുകൂലമായി സഹായിക്കണം. റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വഹ്ദിനി വയസ്സിരിൽ ഹുദാ ലീ. അങ്ങനെയും ദുആയുണ്ട്. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് നൽകണമേ. വയസ്സിരിൽ ഹുദാ ലീ, സന്മാർഗം എനിക്ക് എളുപ്പമാക്കി തരണമേ. ചൊല്ലിക്കോളൂ, വഹ്ദിനി വയസ്സിരിൽ ഹുദാ ലീ, വഹ്ദിനി വയസ്സിരിൽ ഹുദാ ലീ. അതാണ് വഹ്ദിനി വയസ്സിരിൽ ഹുദാ ലീ, വഹ്ദിനി വയസ്സിരിൽ ഹുദാ ലീ, വഹ്ദിനി വയസ്സിരിൽ ഹുദാ ലീ. അല്ലാഹുവേ എനിക്ക് സന്മാർഗം നൽകണമേ, സന്മാർഗം നീ എനിക്ക് എളുപ്പമാക്കി തരണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ദുആയാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തി ഞാൻ കാവൽ ചോദിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല റബ്ബേ, അങ്ങനത്തെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അൻ തുദില്ലനി, അല്ലാഹുവേ എനിക്ക് വഴികേട് സംഭവിച്ചു പോകരുതേ, ഞാൻ വഴിതെറ്റിപ്പോകരുതേ, ഹിദായത്തിൽ നിന്ന് വഴിമാറി ളലാലത്തിലേക്ക് പോകരുതേ, എന്നെ കാത്തുകൊള്ളണമേ. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി. ഒന്നുകൂടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ, അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഹിദായത്ത് ലഭിച്ചതിന് ശേഷം അത് നഷ്ടപ്പെടുന്ന അവസ്ഥ വരാതെ അല്ലാഹു നമ്മെ കാത്തുകൊള്ളട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ വർഹംനി വഹ്ദിനി വർസുഖ്നി. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ പഠിപ്പിച്ചു. ഈ വാക്കുകളൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ മിനിമം അല്ലാഹുമ്മ ഹ്ദിനി. നമ്മൾ ദുആഉൽ ഖുനൂത്ത് വലിയ അത്ഭുതമുള്ള ദുആയാണ് സുബ്ഹി നിസ്കാരത്തിലെ ദുആഉൽ ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നിനക്ക് നീ ഹിദായത്ത് കൊടുത്ത ആളുകളില്ലേ, ഞാനിതാ നേരം വെളുത്തിരിക്കുകയാണ്, നീ ഹിദായത്ത് കൊടുക്കുന്ന ആളുകളോടൊപ്പം എനിക്കും ഹിദായത്ത് നൽകണമേ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതെല്ലാം ആ പ്രഭാത പ്രാർത്ഥനയിൽ ചോദിച്ചു കഴിഞ്ഞു. ഖുനൂത്ത് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന, അത് ഗഹനം ചെയ്യാനുള്ള അഗാധമായ കഴിവുമുണ്ട് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർക്ക് ലഭ്യമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്തുണ്ട് എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ചെറിയ ഹദീസ് കൊണ്ടുവരോടെ നബി തങ്ങൾ ഖുനൂത്ത് ഓതിയില്ല എന്നല്ലേ ആ ഹദീസ് പറയുന്നത്. പൊന്നു സഹോദര, നീ കൊണ്ടുവരുന്ന ഈ ഒരു ഹദീസിനപ്പുറം 100 കണക്കിന് ഹദീസുകൾ ഇതേ വിഷയത്തിൽ അറിയുന്ന മഹാനാണ് ഇമാമുന ശാഫിഈ തങ്ങൾ. ആ മഹാൻ മുജ്തഹിദായ ഒരു ഇമാം ഖുനൂത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ മാത്രം നിനക്ക് എന്ത് ധൈര്യം, എന്തവകാശമുണ്ട്? മുജ്തഹിദീങ്ങളായ ഒരു ഇമാമുമാരുടെ അഭിപ്രായത്തെ കൗണ്ടർ ചെയ്യാൻ മാത്രം ആർക്കാണതിന് യോഗ്യതയുള്ളത്? അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവരെല്ലാം അതിന് യോഗ്യരായ ആളുകളാണ്. ആ ഇജ്തിഹാദുകളെ മദ്ഹബുകളെ സ്വീകരിക്കുകയല്ലാതെ നീയായിട്ട് പുതിയ മദ്ഹബ് അവിടെ പറയേണ്ടതില്ല. ഇമാമുന ശാഫിഈ തങ്ങൾക്ക് ഖുനൂത്തുണ്ട് എന്നാണ് മഹാനവറുകൾക്ക് ഈ ദശലക്ഷക്കണക്കിന് ഹദീസുകളെന്ന് മനസ്സിലായതെങ്കിൽ അത് സ്വീകരിക്കലേ നമുക്ക് ബാധ്യതയുള്ളൂ. പിന്നെ നമ്മോട് അള്ളാഹിൻ്റെ ചോദ്യമില്ല. ആ ചോദ്യം ഇമാമുന ശാഫിഈ തങ്ങളോടാണ്. അത്രയും ഈ ഉമ്മത്തിൻ്റെ നെടുന്തൂണുകളായ ആലിമീങ്ങൾ കൊണ്ടുവന്ന ഫിഖ്ഹിൻ്റെ മസ്അലകൾ പോലും കൊച്ചു കുട്ടികളൊക്കെയാണ് ഓരോ ഹദീസും പറഞ്ഞിങ്ങോട്ട് കൗണ്ടർ ചെയ്യുന്നത്. അവർക്കറിയുമോ എന്താണ് ഫിഖ് എന്ന് പറഞ്ഞാൽ? ആരാണ് മദ്ഹബിൻ്റെ ഇമാമീങ്ങളെന്നറിയോ? ഇതൊന്നും ആകെ ഒരു ഹദീസ് കയ്യിലുണ്ടാവുള്ളൂ, അതിനപ്പുറവും അതിൻ്റെ സനദ് പോലും അവർ ഓർമ്മ ഉണ്ടാവില്ല. ഇത് ഏത് ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ വന്നതാണ്, അതിൻ്റെ സുഹത്ത് ഇഴല് പോലും ആ കുട്ടിക്ക് അറിയുണ്ടാവില്ല. പക്ഷേ ഭയങ്കര പിന്നെ പ്രസംഗ ഖുനൂത്തിൽ സുബഹിക്ക് ഖുനൂത്ത് ഓതണ്ട, നബി തങ്ങൾ റമളാനിൽ മാത്രമേ ഓതിയിട്ടുള്ളൂ. പൊന്നു സഹോദരൻ, ഇമാം ഷാഫിയേക്കാളും വലിയ അലിമൊന്നും അല്ലല്ലോ, എന്നവിടെ ഇരുന്നക്ക്. അത്രേ നമുക്ക് അവരോട് പറയാനുള്ളൂ. ഇമാം ഷാഫിയേക്കാളും വലിയ ആളാണെങ്കിൽ പറയുന്നത് കേൾക്കാം. എന്തൊരു മനോഹരമായ ദുആയാണ് ആ ദുആഉൽ ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത്. 5 കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നീ ഹിദായത്ത് കൊടുത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ, എനിക്കും ഹിദായത്ത് താ. വആഫിനി ഫീമൻ ആഫൈത്. നീ ഒരുപാട് ആളുകൾക്ക് ആഫിയത്ത് കൊടുത്തില്ലേ റബ്ബേ, ആരോഗ്യം കൊടുത്തില്ലേ. ഞാനിതാ നേരം വെളുത്തിരിക്കുകയാണ്, ആരോഗ്യം വേണം, എനിക്ക് ആരോഗ്യം നൽകണേ റബ്ബേ. വതവല്ലനി ഫീമൻ തവല്ലൈത്. നീ ഒരുപാട് ആളുകളെ ഏറ്റെടുത്തിട്ടില്ല റബ്ബേ, അവരുടെ കാര്യങ്ങളൊക്കെ, എൻ്റെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റബ്ബേ. വബാരിക് ലി ഫീമാ അഅതൈത്. നീ എനിക്ക് തന്ന ചെറുതും വലുതുമായ എല്ലാ നിഅ്മത്തുകളിലും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണമേ. വഖിനി ശർറ മാ ഖളൈത്. നിന്റെ ഷർറായ വിധികൾ വരുമ്പോൾ അല്ലാഹു എനിക്ക് കാവൽ നൽകണമേ. നേരം വെളുത്തിട്ടുള്ളൂ. സുബഹി നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ആ ഒരു ദിവസത്തിൽ വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ചോദിക്കുന്ന ദുആയാണത്. എത്ര മനോഹരമാണ് ദുആഉൽ ഖുനൂത്ത്. എന്നിട്ട് പിന്നെ അല്ലാഹുവിൻ്റെ ഫദ്ല പറയാം. ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക്. ഇമാമത്ത് ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ബാക്കിന്ന് ഒന്നുകിൽ അത് തന്നെ ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാനക്, അല്ലാഹു നീ പരിശുദ്ധനാണ്, സുബ്ഹാനക് സുബ്ഹാനക് എന്ന് പറയാം. ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക്
وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك. അതൊരു ദുആയാണ്. അള്ളാഹു നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ, നിന്നോട് തൗബ ചെയ്യുന്നു. അപ്പോൾ ആമീൻ പറയാം. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ. നോക്കണം, എത്ര മനോഹരമാണ്. ഒന്നുമില്ലെങ്കിൽ അള്ളാഹുവിന് അത്ര തന്നെ ചോദിക്കുക. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈ. ഒരു ദുആയും കിട്ടണില്ല. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി ഓർമ്മ വരുന്നില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി, അത് ഓർമ്മ വരുന്നില്ല. അല്ലാഹുമ്മ ഹ്ദിനി എന്ന് പറയാം. റബ്ബിനോട് ദുആഇനെ ചോദിക്കുക, ഹിദായത്തിനെ ചോദിക്കുക. ഹിദായത്ത് കിട്ടാനുള്ള കാരണം ഒന്ന് ദുആയാണ്. രണ്ടാമത്തേത് അൽ ഈമാൻ. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ